ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നാൽ ഇപ്പം വൈകുന്നേരം നാട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ആ ഒരു കുറച്ച് സീനുണ്ടല്ലോ, അതുപോലത്തെ ഒരു സീനിലാണ് ഞാൻ എൻ്റെ നാട്ടും പ്രദേശത്ത് ഇങ്ങനെ നിൽക്കുന്നത്. പണ്ട് കൂട്ടുകാരന്മാരൊക്കെ ആയിട്ടൊക്കെ വന്ന് ഇവിടെയൊക്കെ വല്ലപ്പോഴൊക്കെ ഇരിക്കുമായിരുന്നു. അവരൊക്കെ ഇപ്പോൾ പുറത്ത് ജോലിയുടെ ആവശ്യമായിട്ടൊക്കെ പോയതുകൊണ്ട് ഇപ്പം വലുതായിട്ട് അങ്ങനെ വരക്കമൊന്നുമില്ല. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളെല്ലാവരും ചോദിച്ച ആ ഒരു ഫ്രോങ്സിൻ്റെ ഒരു വീഡിയോ കൂടെ കൊണ്ടാണ്. നമ്മൾ ഓൾറെഡി ഫ്രോങ്സിൻ്റെ വീഡിയോ കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 2026 ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രോങ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറേയധികം റൂമേഴ്സ് വരുന്നുണ്ട്, ലൈക്ക് ഫ്രോങ്സ് ഫേസ് ലിഫ്റ്റ് ആവാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഫോട്ടോസൊക്കെ വന്നത് എഡിറ്റഡ് ആണോ എന്നൊന്നും അറിയില്ല. അപ്പം മാരുതിയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അന്തമാതിരിയൊക്കെ ഉള്ള റൂമേഴ്സ് സത്യമാണെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് സുഹൃത്തുക്കളെ. ഇതാ ഈ കിടക്കുന്ന ഫ്രോങ്സ് ഉണ്ടല്ലോ, ഇതാ ഈ കിടക്കുന്ന സാധനം ഏകദേശം 16 വേരിയൻറ്റോളം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? 16 വേരിയൻറ്റോളമാണ് ഗൈസ് ഇതിനകത്ത് ഉള്ളത്. ഇത് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഫ്രോങ്സിൻ്റെ സിഗ്മ ഉണ്ട്, ഡെൽറ്റ ഉണ്ട്, അതുപോലെ തന്നെ സിഗ്മ CNG എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതുപോലെ തന്നെ ഡെൽറ്റ പ്ലസ് ഉണ്ട്, ഡെൽറ്റ പ്ലസ് ഓപ്ഷനിലുണ്ട്, ഡെൽറ്റ AMT ഉണ്ട്, ഡെൽറ്റ പ്ലസ് AMT ഉണ്ട്, പിന്നെ ഡെൽറ്റ പ്ലസ് ഓപ്ഷനിൽ AMT ഉണ്ട്, ഡെൽറ്റയിലെ CNG ഉണ്ട്, ഡെൽറ്റ പ്ലസ് ടർബോ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതുപോലെ തന്നെ സീറ്റ ടർബോ ഉണ്ട്, ദെൻ ആൽഫ ടർബോ ഉണ്ട്, ആൽഫ ടർബോ DT അതായത് ഡുവൽ ടോൺ ഉണ്ട്, സീറ്റ ടർബോ AT ഉണ്ട്, അതുപോലെ തന്നെ ആൽഫ ടർബോ AT ഓട്ടോമാറ്റഡ് ട്രാൻസ്മിഷൻ അല്ല, ആൽഫ ടർബോ DT AT ഉണ്ട്, അതായത് ഡുവൽ ടോണിൽ ഓട്ടോമാറ്റഡ് ട്രാൻസ്മിഷൻ അല്ല, അത് AT വരുമ്പോൾ ടോർക്ക് കൺവേർട്ടറാണ് കേട്ടോ. AMT വരുമ്പോഴാണ് ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ, അത് 1.5 ലിറ്ററിനാണ് 1.2 ലിറ്ററിനാണുള്ളത്. ഇത് നമുക്ക് വരുന്നത് 4 സിലിണ്ടർ 1.2 ലിറ്റർ തന്നെയാണ്. 1 ലിറ്ററിൻ്റെ ബൂസ്റ്റർ ജെറ്റ് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു AT കിട്ടുന്നത്, അതായത് ടോർക്ക് കൺവേർട്ടർ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ വേറെ ലെവൽ സാധനമാണ്. ഈ ഒരു 15 രൂപയ്ക്ക് താഴെ, 15 പോണ്ട, ഒരു 13 രൂപയ്ക്ക് നമുക്ക് AT കിട്ടുന്ന രണ്ട് വണ്ടി എൻ്റെ മനസ്സിലിപ്പം പറഞ്ഞുള്ളൂ. ഒന്ന് ഈ ഫ്രോങ്സും, 2 സ്കോഡയുടെ മറ്റേ മലയാളി പേരിട്ടൊരു വണ്ടി ഉണ്ടല്ലോ, കൈലാക്ക്, ആ ഒരു വണ്ടിയാണ്. പക്കാ സാധനം കേട്ടോ. അതൊക്കെ എന്ന് പറഞ്ഞാൽ തുരക്കും. അത് ആ വണ്ടി ഓട്ടിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. AT ഓട്ടിച്ചാൽ ഇപ്പം കുറേ അധികം ആൾക്കാർ പറഞ്ഞുകൊണ്ട് ഈ ഓട്ടോമാറ്റിക് വണ്ടി ലാഗാണ്. അതാണ് AGS വണ്ടി ഓട്ടിച്ചിട്ടില്ലാത്തവരൊക്കെയാണ് അത് പറയുന്ന സുഹൃത്തുക്കളെ. പഴയ സെലേറിയലൊക്കെ പറഞ്ഞാൽ AMT ഉണ്ടല്ലോ, ആ ഒരു AMT ഒക്കെ ഓട്ടിച്ചിട്ട് പറയുന്ന ആ ഒരു ഇതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ ഒരു വണ്ടിയൊക്കെ നമുക്ക് ചവിട്ടിപ്പിരുത്ത് പോവേണ്ടെന്ന് ഒരാവശ്യമില്ല. മറ്റേ മാരുതി ലൈറ്റ്നിസ്, അതുപോലെ തന്നെ ബലേനോ, അങ്ങനത്തെ സ്വിഫ്റ്റ്, പിന്നെ ഇത്. അപ്പോൾ അന്തമാതിരി കാര്യങ്ങൾക്കൊക്കെ നമുക്ക് AGS സുഖമായിട്ട് യൂസ് ചെയ്യാം. കാരണം നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാഡലിൽ ഒരു ഫുൾ ത്രോട്ടിൽ കൊടുത്താൽ നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യും, 2 ഗിയർ ഡൗൺ ചെയ്യും. നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് എടുത്തുകൊണ്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ കുറേയധികം ഉപയോഗങ്ങളുണ്ട്. സോ നമുക്ക് ലൈക്ക് അതിനേക്കാളും പവർ വേണം, നിങ്ങൾ കുറച്ചുകൂടെ ക്വിക്ക് ആക്സലറേഷനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടോർക്ക് കൺവേർട്ടറിലോട്ട് പോകാം. അടിപൊളിയാണ്. സോ അപ്പോൾ ഇതിൻ്റെ ഡെൽറ്റ പ്ലസ് എൻ്റെ കിടക്കണം ഇപ്പം ഡെൽറ്റ പ്ലസ് ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റും പരിപാടിയൊക്കെ ഉണ്ട്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് നേരെ പറഞ്ഞ സമയത്ത് ഫസ്റ്റ് ഫ്രണ്ട് കാണുമ്പോൾ നമുക്ക് ഇച്ചിരി വലിയൊരു വണ്ടിയായിട്ടൊക്കെ തോന്നും. നമുക്ക് കാണാൻ തന്നെ വലിയൊരു വണ്ടിയുണ്ട്. ബലേനോ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വലിയ വണ്ടിയാണ്. ബലേനോ വെച്ച് കമ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കേണ്ട ബലേനോ വേണമോ ഫ്രോങ്സ് വേണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് കഴിഞ്ഞ് നമുക്ക് നേരെ പറഞ്ഞ സമയത്ത് നമുക്കിവിടെ ERL വരുന്നുണ്ട്. അതിൽ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സും വരുന്നത്. പിന്നെ ഇവിടെ ഒരു ക്രോം ടൈപ്പിൽ ഒരു ഗ്രില്ല് വരുന്നുണ്ട്. ഗ്രില്ലും ക്രോം ടൈപ്പിലൊരു ഫിനിഷിങ് വരുന്നുണ്ട്. ഈ ക്രോമൊക്കെ നമ്മൾ ഡീക്രോം ചെയ്യാനാണ് പതിവ്. എല്ലാവരുടെ അടുത്തായാലും ചോദിക്കണമ്പോൾ നമ്മൾ പറയണത് തന്നെ ഡീക്രോം ചെയ്യണമെന്നാണ് പറയുന്നത്. ഡീക്രോം ചെയ്താൽ ഭയങ്കര ലുക്കായിരിക്കും കേട്ടോ ഒരു സാധനം. ഈ വണ്ടിയിൽ ഫ്രണ്ട് ഡീക്രോം ചെയ്ത് ഒരു 3 ലിപ്പ് ഉണ്ടല്ലോ, അതായത് സിംഗിൾ പീസ് അല്ല 3 പീസുണ്ട്. ആ ഒരു 3 പീസ് ലിപ്പ് നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് വണ്ടി വേറെ ലെവലാണ്. പിന്നെ അത്രയ്ക്കും ചെറുപ്പക്കാരാണ്, നിങ്ങൾക്ക് വണ്ടി മോഡിഫൈ ചെയ്യണതിന് ഭയങ്കര താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പ്രിങ് കൂടെ മാറ്റി ഒന്ന് ലോവർ ചെയ്തിട്ട് കൊടുത്ത വണ്ടി വേറെ ലെവലായിരിക്കും കേട്ടോ. ഇത് എടുക്കണതേ ഇച്ചിരി അഴുക്ക റോഡൊക്കെ ഉള്ളിടത്തൊക്കെ പോകാൻ വേണ്ടിയാണ്, ഒരു SUV പോലത്തെ ഓട്ടിപ്പിന് വേണ്ടിയാണ് ഇത് എടുക്കുന്നത്. അവരടുത്ത് ലോവർ ചെയ്യാൻ പറയണത് സത്യം പറഞ്ഞാൽ മോശമായിട്ടൊരു കാര്യമാണ്, പറയാൻ പാടില്ല, പക്ഷേ ഞാൻ ചെയ്യും കേട്ടല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പരിപാടി. അത് കഴിഞ്ഞ് നമുക്ക് പറഞ്ഞ സമയത്ത് ഇവിടെ ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ പറഞ്ഞത്. 3 പീസ് സാധനമാണ് പറഞ്ഞത്, ഡിമ്മും ബ്രൈറ്റും എല്ലാം കൂടെ വരുന്നു. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ബമ്പറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നെക്സയാണ്, കുഴപ്പമില്ല, വലിയ ക്വാളിറ്റി കുറവൊന്നുമില്ല. ഇവിടെയൊക്കെ ഒരു മാറ്റ് ഫിനിഷിനുള്ള പരിപാടിയാണ് കേട്ടോ ഈ വരുന്നത്. പിന്നെ ഒരു ഗ്രില്ല് പരിപാടി ഞാൻ പറഞ്ഞല്ലോ, അത് വരുന്നുണ്ട്. അത് മാറ്റ് ഫിനിഷ് തന്നെയാണ് പറഞ്ഞത്. ഈ ഫുൾ പീസ് എടുത്ത് ഗ്ലോസ് ബ്ലാക്ക് അടിച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ. ബ്ലാക്ക് വണ്ടിക്കാണ് അത് കൂടുതൽ ചേർന്നത്. ഇതിന് എത്രത്തോളം ചേരുമെന്ന് അറിയത്തില്ല, ബട്ട് ഈ ഒരു സാധനം ബ്ലാക്ക് ചെയ്താൽ നല്ല രസമായിരിക്കും കേട്ടോ.
ഇവിടെ അതേ ഡിയറിൽ വരണുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹെഡ്ലൈറ്റ് വരണുണ്ട്. ഇവിടെ തുറന്നാൽ നമുക്ക് വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള സാധനങ്ങളാണ് പറഞ്ഞത്. ഇവിടെ ഹോൺ, ഒരു നോർമൽ ഹോൺ ഇതാ ഇവിടെ ഒരെണ്ണം വരണുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തൊരു ഹോൺ വരണുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ എൻജിൻ റൂം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എൻജിൻ റൂം കാണിക്കാനായിട്ട് ജസ്റ്റ് തുറക്കുന്നു. ഇവിടെയാണ് നമുക്ക് വലിക്കാനുള്ളത്. പെട്രോൾ ടാങ്കിൻ്റെ ഇവിടെയാണ്, ഇവിടെയൊന്നുമല്ല. GF-ൻ്റെ ഒരു മാറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു സാധനമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് നമ്മൾ അടയ്ക്കുന്നു. അടച്ചതിന് ശേഷം നമ്മൾ നേരെ വരുന്നു. നേരെ വന്നതിന് ശേഷം ജസ്റ്റ് നമ്മൾ കൈ ഇങ്ങനെ ഇടുന്നു. ഒന്നടാ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ബോണറ്റാണ് പറഞ്ഞത്. അത് തുറന്നാൽ ഇവിടെ വാങ്ങിച്ചു വയ്ക്കാം. നമുക്ക് വേറെ ഓട്ടോമാറ്റിക്കലി പൊങ്ങി പോണത് നമുക്ക് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റും. കുറച്ച് പൈസയൊക്കെ ഉള്ളൂ. ഈ സാധനം മാറ്റിയിട്ട് അത് വാങ്ങിച്ചു വെച്ചാൽ 2 സൈഡിലും വാങ്ങിച്ചു വെച്ചാൽ നല്ല രസമായിരിക്കും കേട്ടോ. നമ്മൾ ഇതൊന്ന് പൊക്കി ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ആ ഒരു സുസുക്കി അവതരിപ്പിക്കുന്ന അവരുടെ ആ ഒരു K സീരീസിൻ്റെ 1.2 ലിറ്ററിൻ്റെ 89 bhp വരുന്ന എൻജിൻ. ഇത് തന്നെയാണ് നമ്മുടെ ബലേനോയിലും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല സ്പേസ് നമുക്ക് ഫീൽ ചെയ്യും. ബലേനോ കുറച്ചുകൂടെ ഒതുക്കമുള്ള വണ്ടിയുണ്ട്. ഇതെല്ലാം കൂടെ നിറഞ്ഞിരിക്കും. ഇതിനകത്ത് കുറച്ച് സ്പേസ് ഫീൽ ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു 1 ലിറ്ററിൻ്റെ ഒരു എഞ്ചിനും കൂടെ നമുക്ക് വരുന്നതാണ്. അതിന് വരുമ്പം I think 98 HP അങ്ങനെ എന്തിട്ടാണ്. അത് അന്യായ സാധനമാണ് കേട്ടോ. എൻ്റെ അടുത്ത് ആരെങ്കിലും ഇതെടുക്കണോ അതെടുക്കണോ എന്ന് വെച്ചാൽ നിനക്ക് ചവിട്ടിപ്പിരുത്ത് പോകണമെങ്കിൽ നീ അത് ഇടുന്നേ ഞാൻ പറയത്തുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാതെ മെയിൻ്റനൻസ് ഒക്കെ കുറച്ചൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ 1.2 എടുക്കാനേ പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. സോ പവറുള്ള വണ്ടിക്ക് പവറുണ്ടാവും, പവറില്ലാത്ത വണ്ടിക്ക് പവറില്ല എന്നൊക്കെ പറയും പോലെ അതുപോലത്തെ സാധനമാണ് കേട്ടോ. പവറുള്ള വണ്ടിയാണെങ്കിൽ അതിലോട്ട് പോകണം കേട്ടോ. അതങ്ങനെ നമ്മൾ ആ ഒരു ബീഡിങ് വരണമുണ്ട് കേട്ടോ. അത് വെള്ളാകത്തോട്ട് ഇറങ്ങാതിരിക്കാനുള്ള പരിപാടിയാണ്. ദെൻ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു വീൽ ആർച്ച്, നല്ലപോലെ തന്നെ ഒരു SUV ലുക്ക് തോന്നിക്കാൻ വേണ്ടിയുള്ളൊരു വീൽ ആർച്ച് ഉണ്ടല്ലോ. നല്ല ട്രാവലിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ടയർ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ടയർ അപ്ഗ്രേഡ് ചെയ്യാം. 195/60R16, അതായത് 16 ഇഞ്ച് വീലാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 195 ആണ് ഇതിൻ്റെ വിക്ത് വരുന്നത് കേട്ടോ. അപ്പം വെളിയിൽ തള്ളി കിടക്കുമെന്ന് വെച്ചാൽ ഈ ഒരു ലെവലിലാണ് കിടക്കുന്നത്. വെളിയിൽ തള്ളിയെന്ന് കിടക്കുന്നതല്ല കേട്ടോ. അത്യാവശ്യം നല്ലതാണ്. 200 ഇട്ടാലും വലിയ തള്ള് ഇങ്ങോട്ട് വരത്തില്ല കേട്ടോ. അതായത് ഇത് കൊള്ളാം കേട്ടോ. ബലേനോ സീറ്റൊക്കെ അവന്മാർക്ക് ഈ വീല് കൊടുത്തിരുന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നേനെ. ഇത് നമുക്ക് ഓട്ടോ ഫോൾഡ്, ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോ ഫോൾഡ് ഒന്നും ആവണമല്ല, നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ സ്വിച്ച് ഉണ്ട്. അത് താക്കുമ്പോൾ ഇത് അടയും, താക്കുമ്പോൾ തുറക്കും. അങ്ങനത്തെ പരിപാടിയാണ്. അല്ല ലോക്കിലൊന്നും പറ്റുന്ന പരിപാടിയില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ പുഷ് ബട്ടൺ പരിപാടിയൊന്നുമല്ല. നമുക്ക് ഇങ്ങനെ തുറക്കുന്നു, ഇതാക്കുന്നു. ഇത് അക്സസറീസിൻ്റെ ഭാഗമായിട്ട് വെച്ചാണ്. പിന്നെ ഒരു ഡോർ വൈസറുണ്ട്. അത് വണ്ടിയിലല്ല, അക്സസറീസിൻ്റെ ഭാഗമായിട്ട് വെച്ചാണ്. പിന്നെ മുകളിൽ ഒരു റൂഫ് റെയിൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത്യാവശ്യം കൊള്ളാം. പക്ഷേ ഇഗ്നിസിൻ്റെ അത്ര ഒരു ക്വാളിറ്റി എനിക്ക് പിടിച്ചിട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടാ. സൗണ്ട് കേൾക്കാമോ? കുഴപ്പമില്ല. ഇതിലൊന്നും വലിച്ച് തൂങ്ങി നിൽക്കാതിരിക്കുക. ദെൻ ഇത് നമുക്ക് ബാക്ക് ഡോർ എന്ന് പറയുമ്പം തുറക്കാനായിട്ട് 90 എന്നല്ല തുറക്കാൻ പറ്റുന്നത്, ഇത്രയാണ് തുറക്കാൻ പറ്റുന്നത്. വണ്ടി പോകുന്നു, വണ്ടി അടച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് പെട്രോളിൻ്റെ തുറക്കാനായിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെ ബാക്ക് ടയർ വരുന്നതും ആ ഒരു സെയിം സൈസ് തന്നെയാണ് വരുന്നത്. ബാക്ക് ഡിസ്ക് ഒന്നുമല്ല, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്, ട്രാവലിംഗ് സ്പേസ് ഉണ്ട്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. ലോ പറയുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ വണ്ടി. അങ്ങനെ ആരും ചെയ്യണ്ട, നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ദെൻ നമുക്ക് മുകളിലൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ. ഷാർക്ക് ഫിൻ ആൻറ്റിന ഇതിന്, ഡിസയറിന്, പിന്നെ ഹോണ്ട സിറ്റിയുടെ ഷാർക്ക് ഫിൻ ആൻറ്റിന ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബലേനോൻ്റെ ഒക്കെ നമുക്കിപ്പം നമ്മളെ പഴയ വീഡിയോയിലെ ബലേനോയിൽ നമ്മൾ ഷാർക്ക് ഫിൻ ആൻറ്റിന വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ 10-700 രൂപ റേഞ്ചൊക്കെ ഉള്ളൂ. നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഈ OEM സാധനം വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു സാധനം വാങ്ങിച്ച് എല്ലാവരും ഒട്ടിക്കാൻ നോക്കുക, ഭയങ്കര ഫിനിഷിങ് ചെയ്യാൻ കേട്ടോ. നമ്മളിപ്പോൾ അതിനെ വലിച്ചൂരി കളഞ്ഞിട്ട് കമ്പനി സാധനം വാങ്ങിച്ച് വയ്ക്കും. എൻ്റെ പെട്ടെന്ന് മൈൻഡിൽ അത് പോയില്ല, കമ്പനിയിൽ ഈ സാധനം ഉണ്ടല്ലോ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നുള്ള. അതെൻ്റെ മനസ്സിൽ പെട്ടെന്ന് പോയില്ല. ഇത് വാങ്ങിച്ച് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആലോചിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, അത് ചെയ്യാമായിരുന്നല്ലോ എന്ന്. ഇപ്പോൾ ഡിസൈറിന് സാധനമുണ്ട്, നമുക്ക് ആ സാധനം വാങ്ങിച്ച് ഒട്ടിക്കാം, കിട്ടുമെന്നാണ് തോന്നുന്നത്. പിന്നെ സ്പോയിലർ എന്ന് പറഞ്ഞാൽ കമ്പനി ആയിട്ട് വരുന്നൊരു സാധനമാണ്, അല്ലാതെ എക്സ്ട്രാ വാങ്ങിച്ച് വേറെ ബാറ്റ്മാൻ ഒന്നും വെച്ചിട്ടില്ല. ഇവിടെ നമുക്ക് സുസുക്കിയിൽ ലോഗോ വരുന്നുണ്ട്. ബാക്കിൽ വൈപ്പറൊന്നും വരുന്നില്ല. നമുക്ക് ഇത് കണ്ട ഡീഫോഗർ, ഈ ഒരു സാധനം ഇതിനകത്തുണ്ട്. ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പുണ്ട്. ഇതുപോലെ തന്നെ ഇവിടെ ഫ്രോങ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് LED ആണ് വരുന്നത്. റിവേഴ്സ് ലാമ്പാണ്. ഇവിടെ റിവേഴ്സ് ഇടുമ്പോൾ കത്താനാണ്, ബ്രേക്ക് ഔട്ട് ഇടുമ്പോൾ കത്താനും പാർക്ക് ഇടുമ്പോൾ കത്താനുമാണ് ഉള്ളത്. ഇവിടെ ഒരു റിഫ്ലക്ടർ ഉണ്ട്. റിഫ്ലക്ടർ നമുക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാം ആഫ്റ്റർ മാർക്കറ്റ്. ഇവിടെ ഒരു സെൻസർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെൻസർ ഉണ്ട്. 4 സെൻസർ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡിലോട്ട് അങ്ങനെയൊന്നും അല്ല. ഇവിടെ ഒരു സിൽവർ ടൈപ്പാണ് വരുന്നത്. റിവേഴ്സ് ക്യാമറ പറഞ്ഞത് ഇവിടെയാണ് കേട്ടോ. റിവേഴ്സ് ക്യാമറ പറഞ്ഞത്. ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ എന്ന് പറഞ്ഞാൽ കുറച്ച് കളർ കുറവാണ് കേട്ടോ. പകലാണെങ്കിൽ പോലും കുറച്ച് കളർ കുറവായിട്ട് തോന്നി. ലാഗ് കാര്യങ്ങളൊന്നും ഇല്ല. ഇട്ടാൽ തന്നെ സ്പോട്ടിന് തന്നെ വരണുണ്ട്. ആ ഒരു ഒഴുക്കം നമുക്ക് കിട്ടുന്നുണ്ട്. ചില റിവേഴ്സ് ക്യാമറ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഫ്രെയിം പിടുത്തം നമുക്ക് മനസ്സിലാവും. ഇതിൽ അങ്ങനത്തെ ഫ്രെയിം പിടുത്തമൊന്നുമില്ല, പക്കാണ് സ്പോട്ടിൽ സാധനം വരണുണ്ട്. ഈ സൈഡ് നോക്കിയാലും അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. അകത്ത് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. സ്പേസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡോർ നമ്മൾ തുറക്കുന്നു. G4 ഒരു മാറ്റ് ഇട്ടിട്ടുണ്ട്. ടോർ ചെയ്തിട്ടുണ്ട്. ഇത് ആഫ്റ്റർ മാർക്കറ്റ് സീറ്റ് ടോറാണ്. നമുക്ക് നേരെ കയറിയിരിക്കാം. നമുക്ക് ഏറ്റവും ബാക്കിലോട്ട് സീറ്റ് വലിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്പേസ് ആണ് വേണ്ട.
ഇത്രയും 170 സെൻറ്റിമീറ്റർ പൊക്കമുള്ള എനിക്കിത് ഇത്രയും ആണ് നമുക്ക് സ്പേസ് വരുന്നത്. നമ്മളൊക്കെ ഞാൻ ഇത്രയൊക്കെയാണ് ഇടുക പതിവ്. ഇങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ദെൻ ഡോർ തുറക്കുന്ന സമയത്ത് ഇവിടെ ലോക്ക് അൺലോക്ക് പിടിയുണ്ട് കേട്ടോ. ബലേനിലൊക്കെ ഇവിടെ സിൽവർ കളറാണ്, ഇത് ബ്ലാക്ക് ആണ്. കൊള്ളാം. ഈ ഒരു സാധനം നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് ബലേനിൽ വെക്കാം. പെയിൻ്റ് ഒന്നും ചെയ്യാൻ പാടില്ല ആരും, പക്ഷെ കൊള്ളാം കേട്ടോ ഈ സാധനം. പിന്നെ ഇവിടെ ഒരു ഇതൊക്കെ ഏത് കളറാണേ പറഞ്ഞു തരാൻ പോലും അറിഞ്ഞുകൂടാത്ത കളർ. ഒരുമാതിരത്തെ എന്തെടുത്ത് പറയാം, ഒരു ഡാർക്ക് ഗ്രേയോ അല്ല ലൈറ്റ് ഗ്രേയോ അല്ലാത്ത ഇടത്തരം ഗ്രേ പോലത്തെ ഒരു കളറാണ് ഇവിടെ വരുന്നത്. ഗ്രേ ആണോന്ന് ചോദിച്ചാൽ ഗ്രേ അല്ലടേ, ഇതാണ് ഗ്രേ. ഇത് ബ്രൗണും അല്ല ഗ്രേയും അല്ല, അതിൻ്റെ ഇടയ്ക്കൊരു കളർ. ഈ കളർ അറിയാമെന്നുള്ള ഒരു കമൻറ്റ് കേട്ടോ. പിന്നെ ഇവിടെ ബ്ലാക്ക്. പിന്നെ ഇവിടെ നമ്മളെ കുഷ്യനാണ് കേട്ടോ, നല്ല കുഷ്യൻ. ഇവിടെ നല്ല കുഷ്യനുണ്ട്. ഇവിടെ പിടിച്ച് ഇങ്ങനെ അടയ്ക്കാൻ പറ്റും. ഇവിടെ ഒരു ബോട്ടിൽ നമുക്ക് വയ്ക്കാൻ പറ്റും. ഇവിടെ പേഴ്സ് കാര്യങ്ങൾ ഡയറി കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഗ്ലോ ബോക്സ് ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഗ്ലോ ബോക്സാണ് വരുന്നത്. AC വെൻസ് ഇത് ക്ലോസ് ചെയ്യാം, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ടൂട്ടേഴ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. എയർ ബാഗ് വരുന്നുണ്ട്. ഇവിടെ മിറർ വരുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇവിടെ മിറർ വരുന്നുണ്ട്, ലൈറ്റ് വരുന്നില്ല. ഇവിടെ നമുക്ക് വാം ലൈറ്റാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ആക്കാം. ജസ്റ്റ് ഇങ്ങനെ ഇടാം. ഇത്രയാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നാലും കാലൊന്നും ഇവിടെ തട്ടുന്നില്ല. ഡോർ അടയ്ക്കുമ്പോഴാണെങ്കിലും എൻ്റെ കാലൊന്നും ഇവിടെ തട്ടുന്നില്ല. സ്പീക്കർ ഇവിടെ ഒരെണ്ണമുണ്ട്. തുറക്കുമ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ നോക്കി തുറക്കണം. വലത് കൈ വെച്ച് ഇടതുവശത്തുനിന്ന് തുറക്കുക. അങ്ങനെ നമ്മൾ തുറന്നിറങ്ങുന്ന സമയത്ത് നമുക്കിവിടെ ചവിട്ടി ഇറങ്ങേണ്ടെന്ന് ആവശ്യമില്ല, അത്രയ്ക്ക് പൊക്കമൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ ഇവിടെ ചാരാനുള്ള സാധനമുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയൊന്നുമില്ല. കമ്പി പിടിച്ച് തന്നെയാണ് വലിക്കാനുള്ളത്. അത്രയൊക്കെയാണ് അതിൻ്റെ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് നമ്മളിവിടെ അടയ്ക്കുന്നു, ഇവിടെ നിന്ന് ബാക്കിൽ കയറുന്നു. ബാക്കിൽ കയറാൻ നേരത്ത് അതിനേക്കാളും കുറച്ചുകൂടെ പോലെ തുറക്കാൻ പറ്റും. ജസ്റ്റ് ബാക്കിൽ കയറുന്നു. ഇത് നമുക്ക് സീറ്റ് എന്ന് പറഞ്ഞാൽ 60-40 ആണ് കേട്ടോ. അതായത് ഇത് മടക്കി വെച്ച് ഒരാൾക്ക് അവിടെ ഇരുന്നിട്ട് അത്രയും ലഗേജ് വെച്ച് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇത് അവിടെ ഇരുന്നിട്ട് ഇത് മടക്കി വെച്ച് അത്രയും ലഗേജ് കൊണ്ടുപോകാൻ പറ്റും. ദെൻ നമ്മൾ ഇതിരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ മാന്യമായിട്ടൊരു കാല് തട്ടാത്ത രീതിക്കാണ് സീറ്റ് ഇട്ടിരുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ലോക്ക് പിടി, ഈ പിടി, ഇവിടെ ഒരു പവർ വിൻഡോ തുറക്കാൻ പറ്റുന്ന അടയ്ക്കാൻ പറ്റുന്ന ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ ഇവിടെ ഇരിക്കും. പേഴ്സ് കാര്യങ്ങളിലേക്ക് ഒരു സ്പീക്കർ ഇരിക്കും. അടയ്ക്കുന്നു. സീറ്റ് ഒരു ഇത് സിബുണ്ട്. ദെൻ നമ്മുടെ കാലിതാ രണ്ടും ഇങ്ങനെ സുഖമായിട്ട് ഇവിടെ ഇരിക്കും. ഒരു കുഴപ്പമില്ല. ഇനി ബാക്കിലോട്ട് വലിച്ചിട്ടാലും കുഴപ്പമില്ല. ബാക്കിൽ AC വെൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്കവിടെ ഒരു ചാർജർ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു അഡാപ്റ്റർ വാങ്ങിച്ച് 1000-500 കൊടുത്ത് നല്ലൊരു സാധനം വാങ്ങിച്ച് കൊടുക്കാൻ പറ്റും. ദെൻ അടയ്ക്കുന്നു. ഇവിടെ നമുക്ക് ഫോണൊക്കെ വെച്ച് വയ്ക്കാൻ പറ്റും. ഇവിടെ മറ്റേ ആംറസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല, അത് ഫ്രണ്ടിൽ കയറാൻ പറഞ്ഞുതരാം. ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഇത്രയൊരു ടണൽ കാര്യങ്ങളുണ്ട്. ഇലക്ട്രിക് വണ്ടി ആയിരുന്നെങ്കിൽ ടണലൊന്നും കാണാതിരുന്നേനെ. പക്ഷേ ഇതൊരു പ്രശ്നമുള്ള കേസല്ല. കാർ ഇവിടെ ഇരിക്കും, ഈ ലെവലിലൊക്കെ ഇരിക്കും. ദെൻ ഇങ്ങനെ നമുക്ക് നടുക്കൊരാൾക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ പോലത്തെ ഒരു 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. ഒരു 50 കിലോമീറ്ററൊക്കെ പോകാനാണെങ്കിൽ 4 പേർക്ക് ബാക്കി ഇരിക്കാം. ലോങ് പോകണമെന്നുണ്ടെങ്കിൽ 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. ഇതാ ഇപ്പുറത്തിരിക്കുമ്പോൾ ഈ നടുക്കിരിക്കുമ്പോൾ എൻ്റെ കാലിത ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ കാലിത ഇവിടെ ഇങ്ങനെയല്ല ഇരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും കേട്ടോ. മറ്റേ ആൾക്ക് കാലിവിടെ ഇരിക്കും, ഒരാൾക്ക് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. എന്നെ പോലത്തെ ആൾക്കാർക്കാണ് കേട്ടോ. ഇച്ചിരി വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു കുട്ടിയും 2 വലിയ ആൾക്കാരുമാണ് ഇരിക്കാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ബാക്ക് സീറ്റ്. പിന്നെ ഇതിൽ മാരുതി പറയുന്നത് സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്കും തലയുണ്ട്. സോ ഹെഡ് റെസ്റ്റ് നമുക്ക് ഇതിലും കിട്ടും. അത്യാവശ്യം നല്ലൊരു സാധനമാണിത്. ഇതും നമുക്ക് നല്ലതായിട്ട് തോന്നി. ഇച്ചിരി മിനിമം ഉള്ള ഒരു ചാരുണ്ട്. തിക്നെസ് ഉണ്ടല്ലോ ഇതും. അതുമല്ല നമുക്ക് കോമ്പാക്റ്റ് SUV എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റൂല, എന്നാൽ ആ ഒരു സൈസ് ഇങ്ങനെ ഉരുണ്ടിരിക്കണോണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ഉള്ള വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ചാരുണ്ട് കേട്ടോ. നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാം. പിന്നെ ബലേനോയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തല ഇവിടെ തട്ടും പോലെ നമുക്ക് ഫീൽ ചെയ്യും. തട്ടത്തില്ല, അത്രയും താന്നാണ് കിടക്കുന്നത്. അപ്പോൾ ബാക്കിൽ ഇച്ചിരി സൈസുള്ള ആൾക്കാർ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രോങ്സ് ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ കേട്ടോ. നടക്കിരുന്ന ഒരു കുഴപ്പമില്ല. സൺറൂഫ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയും ലൈറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കൂടെ നമുക്ക് തുറന്ന് വേണമെങ്കിൽ ഇറങ്ങാം. ഇത് തിരിച്ച് റിട്ടേൺ പോകണം. ആ ഒരു പിടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. തുറന്ന് വണ്ടി ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയിട്ട് വേണം തുറക്കാം. ഇല്ലെങ്കിൽ ഡൽഹിയിൽ പോയി അതുപോലെയൊക്കെ നമ്മൾ പോവും, ടിപ്പർ കൊണ്ട് പോവും. സോ നമ്മൾ അടയ്ക്കുന്നു. ദെൻ ഡ്രൈവർ സൈഡിലോട്ട് പോകാൻ കേട്ടോ. എന്തൊരു രസമില്ല ആ പാടം, ആകാശം. ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ്, പക്ഷേ എന്തോ മാന്യന്മാരാണ് കേട്ടോ. ഉച്ചയ്ക്ക് പാട്ടിട്ടിട്ടില്ല. അല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ തെണ്ടിപ്പോയി. ഇവിടെ വന്ന് നല്ല സമാധാനമായിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉത്സവം ഞാൻ വെച്ചാൽ അയ്യോ മരിപ്പോൾ പാട്ടിട്ടാലും ബാക്കുമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഒരു പാട്ടുമില്ല, സുഖം. അകത്ത് കയറുന്ന സമയത്ത് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്യുന്നു. നമുക്ക് ഡ്രൈവർ സൈഡാണ് ഓട്ടോ അപ്പ് ഓട്ടോ ഡൗണും വരുന്നത്. ബാക്കിയെല്ലാം പ്രസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണം. നമുക്ക് വിൻഡോ ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം. ഇത് നമ്മൾ വണ്ടി ഇത് ചെയ്യാനാണ് കേട്ടോ, ഗ്ലാസ് അടയ്ക്കാനുള്ളതാണ് കേട്ടോ. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ദെൻ നമുക്കിവിടെ നമ്മളെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാം. ഒരു കാരണം വെച്ചാലും ട്രാക്ഷൻ കൺട്രോൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓടല്. ഒന്നാമത്തെ കേസ് ചുരം റോഡൊക്കെ ഉണ്ടെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ ഉറപ്പായിട്ട് വേണം. കാല് കൊടുക്കുമ്പോൾ സ്പ്ലിറ്റ് അടിച്ചെടുത്തുകൊണ്ട് പോകും. സോ അതുകൊണ്ട് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാതിരിക്കുക. ഇത് നമുക്ക് ഓട്ടോ ആണ്. നമുക്കിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് ഓഫ് ചെയ്തിട്ടിരുന്ന ആ ഒരു വണ്ടി ചാവി ഓഫ് ആവണത് വരെ
നമുക്ക് ഈ ഒരു മെമ്മറി കാണും. അത് കഴിഞ്ഞ് ഓണാക്കുമ്പോൾ വീണ്ടും ഈ സാധനം ഓണായി തന്നെ കിടക്കും. അത് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്യണ കേസ് അറിഞ്ഞൂടാ. അതിന് തപ്പിയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. എന്തോ അത് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. 0 ഇട്ടാൽ ഹൈറ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കും. നമുക്ക് 5 ലിറ്ററിന്ന് ഇങ്ങനെ താന്ന് നിൽക്കും. ഇത് എവിടെയാണ് ഞാൻ പറയണ കേട്ടത്, 5 പേരിരിക്കുമ്പോൾ 5-ലിടുക, ഒറ്റയ്ക്ക് പോകുമ്പം 1-ലിടുക എന്ന് പറഞ്ഞു. അപ്പോൾ 0 എന്തിനാണെന്ന് പറഞ്ഞിടുക. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും 0 ഇട്ടാണ് ഓടിക്കുന്നത്. പക്ഷേ അപ്പുറത്തൂടെ പറഞ്ഞവന് നമ്മൾ ഡിമ്മിട്ടിരുന്നാൽ അവൻ്റെ മൊത്തൊന്നും അടിക്കത്തില്ല. അങ്ങനെയാണ് എൻ്റെ പരിപാടി എന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് ഒരു ഗ്ലോസി ഫിനിഷാണ് പറഞ്ഞത്. ഇതാണ് ഹോണ്. സുസുക്കിയിലെ ലോഗോ ഉണ്ട്. മോഡ് പ്ലസ് മൈനസ്, ട്രാക്ക് നമുക്ക് മാറ്റാം, മ്യൂട്ട് ചെയ്യാം, കോൾ എടുക്കാം, കട്ട് ചെയ്യാം, വോയിസ് കമാൻഡ് ചെയ്യാം. സീറ്റ് കവർ, സ്റ്റിയറിംഗ് കവർ നല്ല വള്ളി പറയണം കേട്ടോ. സോറി, ക്ഷമിക്കുക സുഹൃത്തുക്കളെ, ഞാൻ കട്ട് ചെയ്തൊന്നും കളയുന്നില്ല. ഈ ഒരു സാധനം സീറ്റ് കവർ രണ്ടാമത്തെ പ്രാവശ്യം. എടാ ഇത് സ്റ്റിയറിംഗ് കവറടാ, സീറ്റ് കവർ അല്ലടാ. സ്റ്റിയറിംഗ് കവർ ഇത് കമ്പനിയിൽ നിന്ന് തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട്, അതായത് ആഫ്റ്റർ മാർക്കറ്റ് എന്ന് പറയുമ്പം സെക്കൻഡറി ആയിട്ട് ചെയ്തതിനാണ് ആഫ്റ്റർ മാർക്കറ്റ് എന്ന് പറയണം കേട്ടോ. സ്പോയിലർ ആഫ്റ്റർ മാർക്കറ്റ് ആണ് എന്ന് പറയുമ്പം കുറേ ഒരു കമ്പനി സ്പോയിലറാണ്. ഇതെല്ലാം ആഫ്റ്റർ മാർക്കറ്റ് ആണ്, OEM അല്ല. മനസ്സിലായില്ല? ഇത് കമ്പനി തന്നെ ചെയ്തതാണ് എന്നാണ് തോന്നുന്നത്. കാരണം ഇത് എടുത്ത് കൊണ്ടുവന്നേ ഉള്ളൂ. 400 കിലോമീറ്റർ ആയുള്ളൂ. വെളിയിൽ നിന്ന് കൊണ്ടുള്ള സമയം ആയില്ല. ഇൻ കേസ് വെളിയിൽ നിന്നാണ് ചെയ്തെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ കേട്ടോ. നല്ല ഗ്രിപ്പുണ്ട്, കൊള്ളാം കേട്ടോ സ്റ്റിയറിങ് കവറ്. ടോപ്പ് എൻഡിലോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഇതല്ലാതെ നല്ലതായിട്ട് കിട്ടുള്ളൂ. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ, നല്ല ഫീലുണ്ട് കേട്ടോ. അപ്പം ഇത് കമ്പനി തന്നെ ചെയ്തതെന്നാണ് തോന്നുന്നത്. അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ അത് കമൻറ്റിൽ പിൻ ചെയ്തൊക്കെ എവിടെ നിന്നാണ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. കമൻറ്റിനുള്ള റിപ്ലൈ ആയിട്ട് അത് തരാം കേട്ടോ. ദെൻ നമുക്കിപ്പം 7 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. ആൻഡ്രോയിഡ് ആട്ടോ, ആപ്പിൾ കാർപ്ലേ പരിപാടിയെല്ലാം നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. വെൻസ് വരുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു ഗ്രേ കളർ വരുന്നുണ്ട്, ഇവിടെ ഒരു ഡാർക്കർ ബ്രൗൺ, ഒരു ലൈറ്റർ ബ്രൗൺ പോലെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് AC നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാൻ അറിയില്ലെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്. നമ്മൾ ചാവി ഓണാക്കുക. എവിടെ ചാവിയുടെ പുഷ് ബട്ടൺ ഓട്ടിച്ച് ഇപ്പം പുഷ് ബട്ടൺ തപ്പുകയാണ്. ഞാൻ വന്നിട്ട് ഇങ്ങനെ തപ്പ്, ആദ്യം ഇവിടെ തപ്പ്, ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ തപ്പ്. കാരണം ചാവി ഓണാക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് AC നമുക്കിപ്പം ഇതിനകത്ത് ഏറ്റവും ലോയിലാണ് ഇട്ടുന്നത്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഒരു ചൂടുണ്ട്. ഈ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ ഫാൻ ഉണ്ടെങ്കിൽ ഫുള്ളാവും. കണ്ടോ, ഫാന് ഫുള്ളാവണം. കണ്ട, ഈ ഫാന് ഫുള്ളായി നമുക്ക് ഇത് ഫുള്ളായിട്ട് നമുക്ക് AC തണുക്കണ വരെ ഇതിങ്ങനെ ഫുള്ളായിട്ട് കിടക്കും. ഇതിനകത്തൊരു 18 ഡിഗ്രി അല്ലെങ്കിൽ 18 ഡിഗ്രിക്ക് താഴെ എപ്പോഴാണ് ആവുന്നത് ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഫാന് കുറയും. മനസ്സിലായി? ഇപ്പം നമുക്ക് ചൂട് ഒരു 20 സംതിങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് ഓട്ടോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 20 സംതിങ് ആവാനായിട്ടുള്ള ഫാൻ ഇതിനകത്ത് പ്രവർത്തിക്കും. കണ്ട, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എങ്ങനെ പോയാലും ഒരു 28എങ്കിലും കാണണ്ട. 25 ആവാൻ 5, 1, 2, 3, 5 ഫാനിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് അത്രയായത്. കണ്ടല്ല, കാണാമോ? 25 ആവാനായിട്ട് 5 ഫാനിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ആയിട്ടുള്ളത്. മനസ്സിലായില്ല? നമ്മളിപ്പോൾ കുറയ്ക്കും തോറും ഓട്ടോ ഇട്ടെങ്കിൽ ഫാൻ കൂടിക്കൊണ്ട് വരും. മനസ്സിലായില്ല? അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത്. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഒരു ലോയിലിട്ടിട്ട് നമ്മളൊരു 3 ഇലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് തണുത്ത് കിട്ടും കേട്ടോ. അങ്ങനത്തെ പരിപാടിയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ചാർജർ കണക്ട് ചെയ്യാം. ഇതാ ഒരു ചാർജർ ആൾ വാങ്ങിച്ചു വെച്ചേക്കിനാണ്. ഇവിടെ നമുക്ക് USB കണക്ട് ചെയ്യാം. നമുക്ക് പാട്ടൊക്കെ അതിൽ കുത്തി കേൾക്കാം. അതിൽ ചാർജൊന്നും ചെയ്യില്ലാരും. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെ ഫോൺ, പേഴ്സൊക്കെ വയ്ക്കാം. വയർലെസ് ചാർജിങ് പരിപാടിയൊന്നുമില്ല. ഗിയർ 5 സ്പീഡാണ് പറഞ്ഞത്. റിവേഴ്സ് നമുക്ക് ഇങ്ങനെ ഇടുമ്പോൾ റിവേഴ്സ് പോകും. ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. ഇവിടെ ഹാൻഡ് റെസ്റ്റ് ഇല്ല. നമുക്ക് വേണമെങ്കിൽ കമ്പനി സാധനം തന്നെ വാങ്ങിച്ചു വയ്ക്കാം. ബാക്ക് AC വെൻസ് കൂടെ പറഞ്ഞേക്കെ നമുക്ക് വാങ്ങിച്ചു വയ്ക്കാം. പിന്നെ കുറച്ച് പൈസ കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു 10-50,000 രൂപ കയ്യിൽ വെച്ചുകൊണ്ട് ഡെൽറ്റ പ്ലസ് എടുക്കാൻ പോയാൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഓട്ടോ മിറർ ഫോൾഡ് ചെയ്യണത്, ഈ ഒരു ബാക്ക് AC വെൻസ് കാര്യങ്ങൾ 50 രൂപ തീരുന്നാണ്ടേ തോന്നണത്. എക്സാക്ട് പ്രൈസ് അറിഞ്ഞിട്ട് വേണമെങ്കിൽ എവിടെ നിന്നെങ്കിലും അന്വേഷിച്ചിട്ട് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ എനിക്കിപ്പം ഇതിൽ ആവശ്യമായിട്ട് തോന്നിയത്. 1, ലോക്ക് ചെയ്യുമ്പം ഗ്ലാസ് അടയണം. 2, ഇവിടെ ഒരു ആംബ്രസ്റ്റ് എന്തായാലും വേണം കേട്ടോ. ഒരു സ്റ്റോറേജ് സ്പേസ് വിത്ത് ആംബ്രസ്റ്റ്. ബാക്കിൽ പാസഞ്ചേഴ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മീൻസ് നമുക്ക് അത്രയും പ്രായമായിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് ചൂടൊക്കെ പ്രശ്നമാവണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ AC വെൻസ് വേണം കേട്ടോ. നമ്മൾ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ ഇനി അങ്ങോട്ട് ഇപ്പം ഒരു മാർച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചൂടായിരിക്കും. അതുകൊണ്ട് ആ ഒരു സമയത്തൊക്കെ അങ്ങനെ ഒരു AC വെൻസ് വേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അത്രയേ ഉള്ളൂ. ഇങ്ങനെ വല്ല 50-60 രൂപയ്ക്കകത്ത് തീരുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ അടുത്ത ഓപ്ഷൻ എടുക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ പൈസയാവും. അങ്ങനെയൊക്കെയാണ് സാധനം. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവില്ല. മാനുവലി തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ മിറർ ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ മിററും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഒരു കുഴിഞ്ഞങ്ങ് ഇരിക്കും ഇവിടെ. അതുകൊണ്ട് ഫ്രണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു 170 ഹൈറ്റ് ഉണ്ട് എനിക്ക്. ഈ ഒരു ഹൈറ്റിൽ എനിക്ക് ആ ഒരു ഫ്രണ്ട് ബോണറ്റ് കാണാൻ പറ്റില്ല. എനിക്ക് ബോണറ്റ് കാണണമെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കണം. ഈ ഒരു ഹൈറ്റ് വന്നാലേ എനിക്ക് ഇതിൽ ബോണറ്റ് കാണാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഇത് പ്രോപ്പർ SUV പ്ലാറ്റ്ഫോം പരിപാടിയൊന്നും അല്ലല്ലോ. അപ്പം മിനിമം ഗ്രാൻഡ് വിറ്റാരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി താന്ന് കിടന്നാലും നമുക്ക് ഫ്രണ്ട് കണ്ടു പോകാൻ പറ്റും. അതായത് ഇപ്പം ഗ്രാൻഡ് വിറ്റാര കയറിയിട്ടുള്ള ആൾക്കാർ കുറവായിരിക്കും. എന്തായാലും പണ്ട് പോലെ ഉള്ളതാണ് ഇന്നോവയൊക്കെ. അപ്പോൾ ഇന്നോവയ്ക്കകത്ത് ഡ്രൈവർ സീറ്റ് കയറി ഇരുന്നിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവും ആ ഒരു ബോണറ്റിൻ്റെ ഫ്രണ്ട് ഇത്രയും കാണാൻ പറ്റുന്നത്. അതുപോലെ ഇതിൽ നമുക്ക് കാണാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ
നമ്മൾ ഈ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയൻറ്റിലോട്ട് പോവുക. ഇല്ലെങ്കിൽ കാശ് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് രണ്ടാമത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം ചെയ്യാൻ പറ്റും. അതായത് കമ്പനി സാധനം തന്നെ സീറ്റ് ഹൈറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല ഒരു 50-60 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് ആവശ്യമായിട്ട് തോന്നിയത് മിറർ ഫോൾഡിങ്, ആംറസ്റ്റ്, ഈ ഒരു സീറ്റ് ഹൈറ്റ് ചെയ്യാനുള്ള പരിപാടി. ഇതൊക്കെ എത്ര രൂപ ആവും എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്, ഞാൻ അന്വേഷിച്ചിട്ട് ആ ഒരു കമൻറ്റിന് റിപ്ലൈ ആയിട്ട് കൊടുക്കാം. അത്രയൊക്കെ ഉള്ളൂടെ ഇതിനെപ്പറ്റി പറയാനായിട്ട്. വേറെ ഡ്രൈവിംഗ് കംഫർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ഓട്ടിക്കുമ്പോൾ പറഞ്ഞുതരാം. സോ നമുക്ക് നേരെ വണ്ടി ഓട്ടിക്കാം. വണ്ടി കയറാൻ നേരത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുക. ഇതാണ് കീ കേട്ടോ, ഇതാണ് ഇതിൻ്റെ കീ. മാരുതിയിലെ തനതായിട്ടുള്ള കീ കവറൊക്കെ വാങ്ങിച്ചിടാം. നമ്മൾ ചാവി ഇടുക, ബ്രേക്ക് ഔട്ടുക, ക്ലച്ച് ഫുള്ള് ചവിട്ടുക, ചാവി ഓണാക്കുക, ന്യൂട്രാണോ എന്ന് കൺഫേം ചെയ്യുക, സ്റ്റാർട്ട് ചെയ്ത് ആദ്യം ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി ചവിട്ടി പിടിച്ചൊന്നും എടുത്തുകൊണ്ട് പോകല്. RPM 1.2 നിൽക്കും. ആ ഒരു 1.2 നിന്നും ഒരു 0.8 അതായത് താന്ന് 1 താഴെ വന്നതിന് ശേഷം മാത്രമേ രാവിലെ വണ്ടി എടുക്കാവൂ. അത് വലിയൊരു കാര്യമാണ്. ലോങ് ടൈം യൂസിനൊക്കെ അത് ബുദ്ധിമുട്ടാവും കേട്ടോ, അങ്ങനത്തെ കാര്യമാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്ക് ഔട്ടുക, ക്ലച്ച് ഔട്ടുക, ഹാൻഡ് ബ്രേക്ക് എടുക്കുക, ഫസ്റ്റ് ഇടുക, ഹാഫ് ക്ലച്ച് ആക്കുക. ബ്രേക്ക് എടുത്താലും നമുക്ക് വണ്ടി ബാക്ക് റൈൻ പോകില്ല. ഒരു പ്ലേ ഉള്ളതുകൊണ്ട് ഫ്രണ്ടിലോട്ട് തന്നെ പൊയ്ക്കോളും. വേണ്ട, ക്ലച്ച് തന്നെ വണ്ടി അങ്ങ് പൊയ്ക്കോളും. ഒരു കുഴപ്പമില്ല, ക്ലച്ചിൽ സുഖമായിട്ട് വണ്ടി പോകും. ആ ഒരു പവറുണ്ട്. പിന്നെ ഹിൽ ഡിസൈൻ കൺട്രോൾ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ചുമ്മാ വണ്ടി അങ്ങ് പൊയ്ക്കോളും കേട്ടോ. നമുക്ക് തിരിച്ച് റിവേഴ്സ് ഒന്നും ഇറങ്ങി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ഒരു ചെറിയൊരു കയറ്റം നമ്മൾ കയറി പോകണം. ഓഫ് റോഡല്ല, ഇച്ചിരി ഒരു മോശമായിട്ടുള്ളൊരു വഴിയാണ്. എന്നാലും നമുക്ക് ലോറിയൊക്കെ ഇറങ്ങി പോകും. അന്തമാതിരി വഴികളിലൂടെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ എത്രത്തോളം സ്റ്റിഫാണോ അല്ലെങ്കിൽ സോഫ്റ്റ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. നമുക്ക് ബലേന ഓട്ടിക്കുന്നതിൽ നിന്നും കുറച്ചുകൂടെ ഒരു ഇങ്ങനെ ലാച്ചൊരു പോക്കുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിട്ടുള്ള പോക്കല്ല. ഒരു കോമ്പാക്ട് SUV ഒക്കെ ഓട്ടിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഡെൽറ്റ പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഈ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടി നമുക്കില്ല. പക്ഷേ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അത് എത്ര രൂപയാവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും സെക്കൻഡറി ആയിട്ട് ഈ പരിപാടി നടക്കും. അതൊരു ഓപ്ഷനാണ് കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ചെയ്യാം. എനിക്കിപ്പോൾ എന്തായാലും ഈ കുഴിഞ്ഞ് കിടക്കുന്ന സീറ്റ് ഈ വണ്ടിക്ക് എനിക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം ബലേനോയ്ക്ക് പറഞ്ഞ സെയിം പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഇങ്ങനെ എത്തി നോക്കേണ്ടതായിട്ട് വരും. കാരണം ബോണറ്റിൻ്റെ അങ്ങ് ഫ്രണ്ട് എൻഡ് കാണണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എത്തി നോക്കണം, എന്നാലേ എനിക്ക് ആ ഫ്രണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നോക്കിയാലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. സീറ്റ് ചാരി ഇട്ടുമ്പോൾ സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ കറക്റ്റ് തനത് SUV ഓട്ടിക്കാൻ വേണ്ടി എടുത്ത് വെക്കണ പോലെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന് ഓട്ടിക്കണം, എന്നാലേ നമുക്ക് പറ്റത്തുള്ളൂ. ഓട്ടോ AC ആണ് ഡെൽറ്റ പ്ലസ്സിൽ വരുന്നത്. നമുക്ക് ഇപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് ഇത്രയും ചൂടായി കിടക്കുന്നതുകൊണ്ട് ലോയിലിട്ടാൽ നല്ലപോലെ ഫാന് പ്രവർത്തിക്കും. അതിൻ്റെ ആവശ്യമില്ല, നോർമലി ഉള്ളൊരു ആവശ്യമേ ഉള്ളൂ. പിന്നെ പുതിയ വണ്ടി ആയതുകൊണ്ട് നമ്മൾ ക്ലച്ച് നല്ലപോലെ ചവിട്ടി ഗിയർ ഇടണം, അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് കേൾക്കാനുള്ള പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, അതൊരു പുതിയ വണ്ടിയിലൊരു ഇതാണ്. നല്ലപോലെ ക്ലച്ച് നല്ല ചവിട്ടിയിട്ട് വേണം ഗിയർ ഇടാനായിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുറത്തെ സൗണ്ടും അകത്തെ സൗണ്ടും കൂടെ ഉള്ള വ്യത്യാസം വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് പുറത്തെ സൗണ്ട് കേൾക്കാവുന്നതാണ്. കേൾക്കാമോ പുറത്തെ സൗണ്ട്? ഒരു ബസ് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു പുറത്തെ സൗണ്ട് കേൾക്കാമോ? ഇപ്പം പണിയൊക്കെ ഇവിടെ നടക്കുകയാണേ, എന്താ ഇപ്പം ക്ലാസ് അടയ്ക്കണേ. അപ്പം അത്രയും ക്വയറ്റാണ് ഇതിൻ്റെ ആ ഒരു പാഡിങ്സ് കാര്യങ്ങളല്ല. അകത്തോട്ടുള്ള സൗണ്ട് പറഞ്ഞത് വലിയ ക്വയറ്റ് എന്നല്ല, ഒരു ജർമ്മൻ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഉള്ള ക്വയറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ക്ലസ്റ്ററിൽ നമുക്ക് ഗിയർ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓട്ടിക്കാനൊക്കെ ഭയങ്കര സ്മൂത്താണ് കേട്ടോ. നമുക്ക് ബലേനോ എടുക്കണോ ഫ്രോങ്സ് എടുക്കണോ എന്നൊക്കെ ഇപ്പോഴും കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്. ഫ്രോങ്സിലോട്ട് വരുമ്പോൾ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നോൺ ഹൈബ്രിഡ് എടുക്കാം, ഹൈബ്രിഡ് എടുക്കാം, അല്ലെങ്കിൽ ഇച്ചിരി പവർ കൂടിയ 1 ലിറ്ററിൻ്റെ ബൂസ്റ്റർ ജെറ്റ് എടുക്കാം. ഇപ്പം പോണ പോകിന് നമുക്ക് 3ാമത്തെ ഗിയർ ഇട്ട് കാല് കൊടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി അനങ്ങൂല. എന്ന് പറഞ്ഞാൽ കുലുക്കം ബഹളം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആ ഒരു ഇച്ചിരി നല്ല ഫ്രീ ആയിട്ട് നല്ലൊരു വലിയൊരു സ്പേസിനകത്തിരുന്ന് പോകുമ്പോൾ ഫീൽ ചെയ്യും. അതാണ് ഇതിൻ്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ. ബലേനാകുമ്പോൾ നമ്മൾ ഹഗ് ചെയ്ത് പിടിച്ച് വെച്ചുകൊണ്ടിരുത്തിയാണ് ഓട്ടിക്കുന്നത്. പക്ഷേ ഇതിലങ്ങനെയല്ല, നമുക്ക് നല്ല സ്പേസ് ഫീൽ ചെയ്യും. എനിക്ക് ബലേനൊക്കെ പറഞ്ഞാൽ ഈ കാലുണ്ടല്ലേ, കാലിങ്ങനെ ഇവിടെ വെച്ചേക്കുമ്പോൾ, അതായത് ഇവിടെ റെസ്റ്റ് ഉണ്ടല്ലോ, ഇവിടെ റെസ്റ്റിൽ വയ്ക്കുമ്പോഴും എൻ്റെ കാലിവിടെ ഇങ്ങനെ തട്ടും. അതായത് ക്ലച്ച് ചവിട്ടാൻ വേണ്ടി എടുക്കുമ്പോഴും കാലിവിടെ ഇങ്ങനെ തട്ടും. അതൊരു ബുദ്ധിമുട്ടല്ല, ആ തട്ടണത് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. ഇതിലെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ക്ലച്ചിൽ ഞാൻ കാല് വെച്ചേക്കുമ്പോൾ എനിക്ക് തട്ടല്ല. അപ്പോൾ കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. ഇവിടെ അതുപോലെ സ്പേസ് ഉണ്ട്. ഈ കാല് നമുക്ക് മാറ്റാതെ തന്നെ ഇവിടെ നിന്ന് ബോട്ടിലൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം. അതായത് എൻ്റെ ഒരു ശരീരപ്രകൃതം വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ബലേനോ ചൂസ് ചെയ്യണോ ഫ്രോങ്സ് ചൂസ് ചെയ്യണോ എന്ന് നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബലേനോ കൊടുക്കണ പൈസയ്ക്ക് ഇപ്പം ഒരു
9 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സീറ്റ കിട്ടും. 9 ലക്ഷം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് സീറ്റ കിട്ടും. അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത്രയും ഓപ്ഷൻസ് കൂടിയ വണ്ടി കിട്ടില്ല ഫ്രോങ്സിൻ്റെ, മനസ്സിലായില്ലേ? അപ്പം ഇച്ചിരി ശരീരപ്രകൃതം ഇച്ചിരി വലുതായിട്ടുള്ള ആൾക്കാരാണ്, ഫാമിലിയിലുള്ള എല്ലാവരും അതുപോലെ ഉള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് ഒരു 5 പേര് സുഖമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബലേനോ ചൂസ് ചെയ്യാതെ ഫ്രോങ്സ് ചൂസ് ചെയ്യാം. അല്ലാതെ എന്നെപ്പോലെ ഇരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ, വീട്ടിലുള്ള 5 പേര് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9 ലക്ഷം രൂപ കൊടുത്ത് നമുക്ക് സീറ്റ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ബലേനോൻ്റെ സീറ്റൊക്കെ എടുക്കാൻ പറ്റും. ഈ ഒരു സീറ്റ് ഹൈറ്റുള്ള പരിപാടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഇവിടെ ആംറസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഈ ഡെൽറ്റ പ്ലസ്സിൽ. അപ്പോൾ ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രണ്ടാമത് വാങ്ങിച്ചു വയ്ക്കാൻ കുറച്ച് പൈസ ആകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മറ്റേ ഹിൽ ഡിസൻ കൺട്രോൾ പരിപാടിയൊക്കെ ഇതിലും ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക്കലല്ല, നമ്മൾ ബലേനോ മാനുവലിൽ പറഞ്ഞ പോലെ തന്നെ ഇതിലും ആ പരിപാടിയുണ്ട്. നമ്മൾ തേരിപ്പുറത്ത് കൊണ്ട് വെച്ച് ചവിട്ടി നിർത്തിയിട്ട് വണ്ടി ഓഫായി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് ചവിട്ടി ഇത് വണ്ടി ഓഫ് ചെയ്ത് ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലച്ചിൽ നിന്ന് കാല് ഹാഫ് ക്ലച്ച് ആക്കിയാൽ നമ്മൾ ബ്രാക്കിൽ നിന്ന് കാലെടുത്താലും വണ്ടി ഇറങ്ങി ബാക്കിലോട്ട് പോകില്ല. കാരണം നല്ല കയറ്റം വാക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ച് ആക്കിയാലും നമ്മളെ വണ്ടി തിരിച്ചിറങ്ങി പോകും, ആക്സിലേറ്റർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാല്. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു പരിപാടി ഇല്ല. നൈസായിട്ട് അങ്ങ് പൊക്കോളും. 5ാമത്തെ ഗിയറുണ്ട്. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്ത് തന്നെയാണ്, ഒരു പ്രശ്നവും ഇല്ല. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഓടി വണ്ടി? 455 കിലോമീറ്ററാണ് ഇത് ഓടിയിട്ടുള്ളത്. സോ ഫുൾ ക്ലച്ച് ചവിട്ടുന്നു, ഗിയർ ഡൗൺ ചെയ്യുന്നു, കുഴപ്പമില്ല. ഫുൾ ക്ലച്ച് ചവിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പിടുത്തം പിടിക്കും. അതായത് നമ്മൾ ഗിയറിൻ്റെ കംപ്ലൈൻറ്റ് അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനത്തെ ഒരു സാധനങ്ങളാണുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് എന്ന് പറയുമ്പം ട്രാക്ക് മാറ്റാനായിട്ടുള്ള 2 പരിപാടി വരുന്നുണ്ട്. വോളിയം അപ്പ്, വോളിയം ഡൗൺ ചെയ്യാം. FM അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം, മ്യൂട്ട് ചെയ്യാം, കോള് ആൻസർ ചെയ്യാം, കോള് ഡിക്ലൈൻ ചെയ്യാം, അതുപോലെ തന്നെ വോയിസ് കമാൻഡ് ചെയ്യാം. അത്രയും സാധനങ്ങളാണ് പറഞ്ഞത്. ഓട്ടോ ഹെഡ്ലൈറ്റ് പരിപാടി അങ്ങനെ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. നമുക്ക് ഓട്ടോയിൽ ഇട്ടയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ പാർക്കിലോട്ട് വേണമെങ്കിൽ പാർക്കിലോട്ട് വിടാൻ പറ്റും. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് വേണമെങ്കിൽ ഹെഡ്ലൈറ്റ് വിടാൻ പറ്റും. ഓട്ടോയിൽ ഇട്ടയ്ക്കണത് നല്ലതാണ്. സ്പീഡോമീറ്ററിൽ 220 വരെയൊക്കെയാണ് കാണിക്കുന്നത്. നമുക്കൊരു 170 വരെയൊക്കെ ചവിട്ടി പൊത്തൊക്കെ പോകാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പം ഒരു 7 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻ്റ് ആണ് പറഞ്ഞത്. ടോപ്പ് എൻഡിലോട്ട് പോകുമ്പോൾ നമുക്ക് 9 ഇഞ്ച് വരുന്നതായിരിക്കും. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പരിപാടിയൊക്കെ നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ ഒരു ചാർജർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പുറത്ത് USB എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. USB കൊടുത്താൽ നിങ്ങൾക്ക് പെൻ ഡ്രൈവ് കുത്തി പാട്ട് കേൾക്കാം എന്നുള്ളതേ ഉള്ളൂ. അതിൽ കുത്തിയിട്ട് ആരും ഫോൺ ചാർജ് ചെയ്യാൻ പോകരുത്. ചാർജ് ചെയ്താൽ നിങ്ങളെ ഫോണിൻ്റെ ബാറ്ററിയൊക്കെ പയ്യെ അടിച്ചു പോകും. അന്ന് തന്നെ അടിച്ചു പോകണമെന്നില്ല, പയ്യെ പൊയ്ക്കോളും. പിന്നെ നമുക്ക് ഇവിടെ ഓട്ടോ ഒന്നുമല്ല, ഈ ഒരു റിയർ വ്യൂ മിറർ ഉണ്ടല്ലോ, IRVM, ഇത് നമുക്ക് മാനുവലി തന്നെയാണ് രാത്രി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ല. പിന്നെ മിറർ ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ ക്ലോസ് ആവില്ല. അത് നമുക്ക് വേണമെങ്കിൽ OEM സാധനം മാറ്റി വെച്ച് തന്നെ ലോക്ക് ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്യാനുള്ള പരിപാടി ചെയ്യാൻ പറ്റും. ഈ ഒരു സാധനം നമുക്ക് ബുദ്ധിമുട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ. ഡ്രൈവിങ്ങിൽ ബലേനോയിൽ ഈ ഒരു സാധനം പൊക്കമുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഒരു സംഭവം ഇങ്ങനെ ഇറങ്ങിയാണ് നിൽക്കുന്നത്. ഇറങ്ങി നിൽക്കും, ഇതിവിടെ നിൽക്കും, ഇതിങ്ങനെ നിൽക്കും. അങ്ങനെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. 4ാമത്തെ ഗിയറിലാണ് പോണത്. ഒരു ചെറിയൊരു ഏരിയയാണ്, സ്പീഡ് കുറവാണ്. 1000 RPM പോണത്. വേറെ ഇടുത്തവും പിടുത്തമൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡ്രൈവിംഗ് കംഫോർട്ട് തരുന്നുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് സീറ്റ് കവർ എക്സ്ട്രാ വേറെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തേക്കുന്നത് ഇത് നമുക്ക് സീറ്റ് വെന്റിലേഷനും പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബാക്ക് വിയർക്കും കേട്ടോ. അപ്പോൾ മാക്സിമം സീറ്റ് കവർ നിങ്ങൾ കുറച്ച് നാൾ റഫ്യൂസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾ സീറ്റ് കവർ ചെയ്യണമായിരിക്കും നല്ലത്. അത്രയൊക്കെ ഉള്ളൂ സുഹൃത്തുക്കളെ ഇന്ത വണ്ടിയെ പറ്റി പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ. നല്ല വണ്ടിയാണ് കേട്ടോ. ഫ്രോങ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് ഫ്രോങ്സ് എടുക്കണോ ബലേനോ എടുക്കണോ എന്ന് ചോദിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ബലേനോയിൽ സീറ്റ് എടുക്കാം. അത് കഴിഞ്ഞ് ആൽഫയിലോട്ട് പോയാൽ ലൈക്ക് 360 ക്യാമറ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഡുവൽ ടോൺ അലോയ് വീൽസ്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബലേനോ സീറ്റയിലോട്ട് പോവാം. അത് കഴിഞ്ഞ് ബലേനോ വേണമോ ഫ്രോങ്സ് വേണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് എന്നൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയ്ക്കൊക്കെ ഡെൽറ്റ പ്ലസ് അത്യാവശ്യം കൊള്ളാടെ. ഒരു നോർമൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 5 ദിവസം ജോലിക്ക് 2 ദിവസം വീട്ടിൽ ഇരിക്കുന്ന, ആ 2 ദിവസത്തിൽ 1 ദിവസം എവിടെയെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സാധനം ചൂസ് ചെയ്യാതെ ഒരു കുഴപ്പമില്ല. നല്ല വണ്ടിയാണ് കേട്ടോ. പിന്നെ സീറ്റ് ഹൈറ്റിൻ്റെ ആ ഒരു സാധനം ബുദ്ധിമുട്ടാണ്, അത് ചെയ്യാൻ പറ്റും. എല്ലാം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റൂടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ 100K ആവും. നമ്മൾ പ്ലേ ബട്ടണൊക്കെ വായിക്കും, അങ്ങനെയൊക്കെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കും. പിന്നെ വണ്ടിയെ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ടെക് പരമായിട്ട് എന്തുണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചു. ഞാനിതൊക്കെ ഡെയിലി ഗെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓരോ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചോദിച്ചാലും ജെന്യുവിൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് റിപ്ലൈ തരും.
നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട, എന്തും ചോദിക്കാം. നമ്മൾ പല വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്, നമുക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, നമുക്ക് പറഞ്ഞു തരുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ വണ്ടി പോകുമ്പോൾ 110 പോയിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ച് കറക്കി അടിച്ചാൽ കുഴപ്പമുണ്ടാ ചേട്ടാന്നൊന്നും ചോദിക്കല്. മാന്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചോളൂ. അതുപോലെ തന്നെ ഇത്രയേ ഉള്ളൂടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ശരി, ബൈ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് വേറെ ക്യാമറമാൻ എന്ന് പറയുന്ന ആരും എൻ്റെ സുഹൃത്തുക്കളില്ല. അതുകൊണ്ട് ഞാൻ മറ്റേ സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റ് പൊക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഫോൺ വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അത് അത്യാവശ്യം കൊള്ളാം കേട്ടോ, ടൈറ്റ് ആയിട്ടിരുന്നോളും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഇതിലെനിക്ക് ബുദ്ധിമുട്ട് വന്നത് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഹെഡ് റെസ്റ്റ് ഉണ്ടല്ലോ, ഹെഡ് റെസ്റ്റ് അത് പൊക്കാനായിട്ട് സീറ്റ് ചരിക്കണം കേട്ടോ. ഈ ഹെഡ് റെസ്റ്റിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ ചാരി ഇരിക്കാനല്ല. നമുക്കൊരു ആക്സിഡൻറ്റ് പരിപാടിയൊക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളെ തല പെട്ടെന്ന് ഇങ്ങനെ കഴുത്തുനിന്ന് ഒടിഞ്ഞു പോകായിരിക്കും. ഇതിൽ വന്ന് ഇടിച്ചിട്ട് തിരിച്ച് നിൽക്കാൻ വേണ്ടിയാണ് ഈ ഒരു സാധനം വെച്ചേക്കുന്നത്. അല്ലാതെ ചാരി ഇരുന്ന് പോകാനാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കല്. ആ ഒരു സാധനം ഊരിയെടുത്താൽ അതിൻ്റെ എൻഡ് ഉണ്ടല്ലോ, ആ എൻഡ് വെച്ചിട്ട് നമുക്ക് ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് പുറത്ത് ചാടാൻ പറ്റും. ഇൻ കേസ് വണ്ടി ഒരു ആക്സിഡൻ്റ് ആയി നമുക്ക് സീറ്റ് കവർ ഈ സീറ്റ് ബെൽറ്റ് ഊരാൻ പറ്റുന്നില്ല, നമ്മൾ എങ്ങനെയെങ്കിലും വലിച്ചൂരി ഡോർ ലോക്കായി പോയി ഊരാൻ പറ്റുന്നില്ല, ഗ്ലാസ് ചവിട്ടി പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം വലിച്ചൂരിയിട്ട് വേണം ഇതാക്കാനുള്ളത്. ഈ സീറ്റ് ലോക്കായി പോയാൽ ഇത് ഊരാൻ പറ്റൂല ഈ കോപ്പ്. ഇത് നോക്കിയോ, ഇതിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് പിടിച്ചിട്ട് നമ്മൾ പൊക്കുമ്പോൾ ഇവിടെ തട്ടി നിൽക്കും, തട്ടി നിൽക്കും. ഇത് ലോക്ക് ആവണം, ഈ സീറ്റ് ലോക്ക് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തിരുന്ന് ചാവും. മനസ്സിലായ? അതൊരു ബുദ്ധിമുട്ടാണ്. 100-ൽ 10% അല്ല, 1% അങ്ങനത്തെ ഒരു ആവശ്യം വരുള്ളൂ. ചിലപ്പോൾ ആ 1% പറഞ്ഞാൽ നമുക്കായിരിക്കും. അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല, ഒരു കുഴപ്പമുള്ള കേസല്ലേ. ഞാനിങ്ങനെ നോക്കിയപ്പോൾ, ഈ കാര്യം നോക്കിയപ്പോൾ കണ്ടപ്പോൾ നിങ്ങളുടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ബാക്കി വണ്ടികൾക്കൊക്കെ അത് ചരിക്കാതെ തന്നെ വലിച്ചൂരാനൊക്കെ പറ്റും. സീറ്റ് കവർ ഇട്ടതിൻ്റെയും പ്രശ്നമല്ല കേട്ടോ. സീറ്റ് കവറൊക്കെ അതുമായിട്ട് സെറ്റ് ചെയ്ത് കിടക്കുന്ന സീറ്റ് കവറാണ്. സോ നോ പ്രോബ്ലം. നല്ല വണ്ടിയാണ്, പുതിയ വണ്ടിയാണ്. നമ്മൾ ചവിട്ടിപ്പിരുത്തൊന്നും പോകാൻ പാടില്ല. അതുകൊണ്ട് ടോപ്പ് സ്പീഡൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയ്ക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.